എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ജോണറാണ് ഫാന്റസി. മലയാളത്തിൽ അങ്ങനെ അധികം ഫാന്റസി മൂവീസ് ഒന്നും ഇല്ല, പക്ഷെ ഉള്ളതൊക്കെ വേറെ ലെവലായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അതുപോലെ റീസെന്റ് റിലീസായ ഒരു മലയാളം മൂവിയാണ് പടക്കളം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിഡിലെ മൂവിയാണ്. മൂവിയുടെ പ്രസന്റേഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും എക്സിക്യൂഷൻ ആയാലും ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ഇവന്റ്സ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടല്ല, എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിൽ ആയി പോകും. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വൺ ലൈനിൽ പറഞ്ഞു തരാം. നമുക്കൊരു ആളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പവർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലത്തെ സൂപ്പർ പവർ ഉള്ള ഒരു ക്യാരക്ടർ, ഒരു കോളേജ്, പിന്നീട് അവിടെ നടക്കുന്ന കുറച്ച് ഇവന്റ്സ്, അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഫാന്റസി മൂവ്സിൽ കണ്ടുവരുന്ന ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ സംസാരിക്കുന്ന, അതേപോലെയാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ഒരു വേൾഡ് ബിൽഡ് ആണ്, ക്യാരക്ടേഴ്സും ഇവന്റ്സും സിറ്റുവേഷൻസും സൂപ്പർ പവേഴ്സും. ആൻഡ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇതിനൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആയാലും അവർ തമ്മിലുള്ള കണക്ഷൻ ആയാലും, അല്ലെങ്കിൽ ആ സൂപ്പർ പവറിന്റെ കാര്യം വരുമ്പോൾ ആ ഒരു പവറുമായിട്ട് ഷർഫുദ്ദീന്റെ കണക്ഷൻ, സുരാജേട്ടന്റെ കണക്ഷൻ, പിന്നെ അവർ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന ആ ഒരു 4 ബോയ്സ് കോളേജിലുള്ള, സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയാൻ ആ ഒരു ഫസ്റ്റ് ഹാഫ് എടുക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിലെ ഒരു ഇന്റർവൽ പോർഷൻ അടിപൊളിയാണ്. ആ ഒരു ട്രാക്ക് ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റിൽ നിന്ന് കൊണ്ട് നിർത്തും. ആൻഡ് അവിടെ നിന്ന് ആ സെക്കൻഡ് ഹാഫ് തൊട്ട് ആ ഒരു മൂവിയുടെ എൻഡ് വരെ മൂവി വേറൊരു ലെവലോട്ടാണ് പോയിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫ് വരെ എന്താണോ കണ്ടത് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ട്രാക്ക് ചേഞ്ച് വന്നിട്ട് ആ സൂപ്പർ നാച്ചുറൽ പവേഴ്സും ക്യാരക്ടേഴ്സും ആ ഒരു ഫേസും സിറ്റുവേഷൻസും ഒക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നല്ല രസമാണ് സിനിമ കാണാനായിട്ട്. ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സും പവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എൻഡ് വരെ ആ ഒരു ഫീലിനും ഒരു വൈബ് തന്നെ സിനിമ പോകുന്നുണ്ട്. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മൂടെ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അടിപൊളി ആയതിനെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്, കുറച്ച് ക്യാരക്ടേഴ്സിന് ഷെയ്ഡും പിന്നീട് ഒരു ലോജിക് മിസ്റ്റേക്കുമാണ്. ഇപ്പം ക്യാരക്ടേഴ്സിന് ഷെയ്ഡിലോട്ട് വരുമ്പോൾ നമുക്ക് സുരാജിന്റെ ക്യാരക്ടർ എന്താണെന്ന് ക്യാരക്ടർ ഇൻട്രൊഡക്ഷന് ശേഷം മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ ത്രൂഔട്ട് ദ മൂവി ഏത് വൈബിലാണ് പോകുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഷർഫുദ്ദീന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടർ ഷെയ്ഡ് എങ്ങനെയാണ്, കംപ്ലീറ്റ്ലി ഒരു കോമഡി ആണോ, കംപ്ലീറ്റ്ലി ഒരു പക്ക വില്ലൻ ആണോ എന്ന് അറിയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. രണ്ട് മിക്സ് ആയി പോകുന്നുണ്ട് ചില ഏരിയാസിൽ. ആ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഷെയ്ഡ് എന്താണെന്ന് അറിയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആൻഡ് ലോജിക്കിന്റെ ഒരു കാര്യം പറഞ്ഞത്, ഫാന്റസി മൂവ്സിൽ നമ്മൾ അങ്ങനെ നോക്കത്തില്ല, പക്ഷെ എന്നാലും ഈ ഒരു മൂവി നടക്കുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ കോളേജാണ്. സോ അവിടെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ ഈ ഒരു മൂവിയിൽ അങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ ലോജിക് മിസ്റ്റേക്ക് അങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതല്ല, പക്ഷെ ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും, ഇത്രയും ഫ്രീ ആണോ അല്ലെങ്കിൽ ഇത്രയും ആക്സസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും ചില ഏരിയാസിൽ, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വൈബിൽ അതൊന്നും മനസ്സിലാവത്തില്ല. ആ വൈബിൽ അങ്ങ് പോകും. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ആലോചിക്കും, ഓക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആലോചിക്കും, അത്രേ ഉള്ളൂ. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. സുരാജേട്ടന്റെ ബാക്ക് ടു ആ ഒരു കോമഡി ട്രാക്കിൽ ഒരുപാട് കാലത്തിന് ശേഷം കാണാൻ പറ്റി. മൂപ്പര് അറിയാലോ വന്ന് പൊളിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഷർഫുദ്ദീന്റെ ക്യാരക്ടർ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ചില ഏരിയസിലൊക്കെ മൂപ്പര് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ആ ഒരു 4 ബോയ്സ് വരുന്നുണ്ട്, അതിലും എസ്പെഷ്യലി സന്ദീപ്, പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ പുള്ളിക്കാരൻ ഒരു നോർമൽ അതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു സെക്കൻഡ് ഹാഫിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കിഡിലായിട്ടാണ് ഒരു ക്യാരക്ടർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മൂപ്പര്. ആൻഡ് ഈ മൂവിയുടെ ജോണർ എന്ന് പറയുമ്പോൾ കുറച്ച് ഫാന്റസി, കുറച്ച് ഹ്യൂമർ, അങ്ങനെയൊക്കെയാണ് മൂവി മുന്നോട്ട് പോകുന്നത്. അതിലും എസ്പെഷ്യലി ഫാന്റസി നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട്. ആൻഡ് ഹ്യൂമറിന്റെ കാര്യം എടുത്ത് പറയണം, പല ഏരിയാസിലും നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് നമുക്ക്, ഭയങ്കര രീതിയിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട് പല കോമഡീസും ചിരിക്കാനായിട്ട്. നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ കാണുമ്പോൾ ഉള്ള ഒരു കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ആ ഒരു ചില ഏരിയാസിൽ വന്നിരിക്കുന്നത്. ചില ഏരിയാസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കിടിലായിട്ടുള്ള ഒരുപാട് കോമഡീസ് ഉണ്ടായിരുന്നു. അതിൽ എസ്പെഷ്യലി സുരാജേട്ടന്റെ വൈഫായിട്ട് വന്ന ഒരാളുണ്ട്, പിന്നെ ഷർഫുദ്ദീനുമായിട്ടുള്ള കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട്. എന്റെ മോനെ അതൊരു കിടിലൻ സീക്വൻസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഒരു ടീഷർട്ട് വാങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് നൈസ് ആയിട്ടുള്ള കുറെ കിടിലം ചിരിച്ച സീക്വൻസ് ഒക്കെ ഈ മൂവിയിലുണ്ട്. ഒരു ഫാന്റസി സൂപ്പർ നാച്ചുറൽ ജോണേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്ക് ആവുന്ന ഒരു അടിപൊളി മൂവിയാണ്. വേറെ ലെവലായിട്ടുള്ള, വേറെ ടോപ്പ് ലെവൽ മൂവി എന്ന് ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷെ അതിന്റെ ഒരു പ്രസന്റേഷനും ആ ഒരു ഫാന്റസി എലമെന്റ്സ് ഒക്കെ വളരെ നൈസ് ആയിട്ട് തന്നെ മൂവിയിൽ പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.